PDP എന്ന് പറഞ്ഞ പാർട്ടിയെ ഈ CPM ആയിട്ട് ചേർത്ത് വെക്കാൻ പാടില്ലെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തന്നെ 2009 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചതല്ലേ. ആ പാർട്ടി അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം എന്താണ് കുഞ്ചു? അതായത് ഈ മതനിരപേക്ഷത എന്നൊക്കെ പറയുന്നതൊക്കെ ഇന്ന് പഴഞ്ചരക്കായി CPM നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 1987 ഒരു വർഗീയ പാർട്ടി ഇല്ലാതെ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ഈ പാർട്ടി. 1987 മനസ്സിലായില്ലേ? വർഗീയതയ്ക്കെതിരായിട്ട് ഈ പറഞ്ഞ പോലെ അചഞ്ചലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് PDP മതരാഷ്ട്രവാദം പറയുന്ന പാർട്ടിയല്ല എന്ന് പറയാനും ഹിന്ദു മഹാസഭയായിട്ട് ഇപ്പം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പിണറായി വിജയൻ തന്നെ 2006 തെരഞ്ഞെടുപ്പിൽ അവർക്ക് നന്ദി പറയുന്നുണ്ട്. മനസ്സിലായി? എത്രയോ പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടിയായിട്ട് അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ കാണുന്നത് പറഞ്ഞാൽ ഒരു ഉളുപ്പില്ലായ്മയും ഒരു ലജ്ജയില്ലായ്മയുമാണ്. ഒരു നയം, ഒരു പ്രതിശാസ്ത്രം, അത് പിന്തുടർന്നിട്ട് അത് വലിച്ചെറിയുക 10 വോട്ടിന് വേണ്ടി എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കും. ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പാർട്ടികളൊക്കെ ആയിട്ട് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന് ഒരു പ്രതിശാസ്ത്രവും അതിനൊരു രാഷ്ട്രീയ നിലപാടും ഒക്കെ ഉണ്ട്. അവരാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ BJP ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ഞങ്ങളാണ്, ന്യൂനപക്ഷങ്ങളൊക്കെ ഞങ്ങളോട് വരൂ എന്ന് പറയുന്നവരാണ്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഉളുപ്പും ലജ്ജയുമില്ലാത്ത ഈ വർഗീയത പറയുന്നതിനൊരു മടിയില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്.